എൻ്റെ ഫാമിലിയിൽ ഞാനാണ് ആദ്യത്തെ ആക്ടർ. പക്ഷേ കലാകാരന്മാർ ഒരുപാടുണ്ട്. എൻ്റെ ആൻറ്റ് എക്സലൻറ്റ് ഡാൻസറാണ്, എൻ്റെ അമ്മ എക്സലൻറ്റ് ഡാൻസർ ആൻഡ് സിംഗറാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, സംഗീതത്തിലൊക്കെ പാരമ്പര്യം ഉണ്ടെങ്കിലും ഈ ഫീൽഡിലേക്ക് വരുന്ന ആദ്യത്തെ ആളാണ് ഞാൻ. പിന്നെ എങ്ങനെ വന്നു എന്ന് പറയുമ്പോൾ പലരും പറയും യാദൃച്ഛികമായിട്ട് വന്നു, എങ്ങനെയോ വന്നു പെട്ടെന്ന്. എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഓർമ്മ വെച്ച കാലം മുതൽ ഇതായിരുന്നു പാഷൻ, ഇതായിരുന്നു എയിം. പിന്നെ എങ്ങനെ എത്തിപ്പെടും എന്നുള്ളൊരൊറ്റ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. അതിന് എന്താ പറയുക, ഞാൻ ഫാമിലി ബിസിനസ്സാണ് ആദ്യത്തെ 10 വർഷം. എൻ്റെ എഡ്യൂക്കേഷൻ കഴിഞ്ഞ ഉടനെ 10 ഇയേഴ്സ് ഞാൻ എൻ്റെ ഫാമിലി ബിസിനസ് നോക്കി. പക്ഷേ അതിനുശേഷം ആലോചിച്ചു ഞാൻ എങ്ങനെ ഈ ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചത് എൻ്റെ ബിസിനസ്സിൽ ഉപയോഗിച്ച അതേ ബുദ്ധിയാണ്. അതായത് ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യണമെങ്കിൽ ഐദർ യു ക്രിയേറ്റ് എ ബ്രോഷർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാമ്പിൾ. അപ്പോൾ ഞാനൊരു ഡയറക്ടറോ റൈറ്ററിന് മുമ്പിൽ പോയി നിന്നിട്ട് എനിക്കൊരു ചാൻസ് വേണമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എന്നെ കാസ്റ്റ് ചെയ്യണം? ആ ചോദ്യം ഞാൻ എന്നെ ചോദിക്കും. ഇപ്പം ഞാനൊരു ഡയറക്ടറാണെങ്കിൽ ഞാൻ ആ ഡയറക്ടർ എൻ്റെ മുമ്പിൽ ഒരാൾ വന്ന് നിന്നാൽ എന്തുകൊണ്ട് അയാളെ കാസ്റ്റ് ചെയ്യണം? അപ്പോൾ ഞാൻ പോയി നിന്നാൽ 1,00,000 ആൾക്കാരുടെ കൂടെ ഞാനും ഒരാൾ ചാൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് പാലക്കാട്ടിൽ നിന്നൊരു കഷണ്ടി വന്ന് അയാൾക്ക് അഭിനയിക്കണം എന്ന് പറയണു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഐ ഹാവ് ടു ക്രിയേറ്റ് എന്തെങ്കിലും എൻ്റെ ഒരു, അതായത് അവർക്ക് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി ഒരു സാമ്പിൾ അല്ലെങ്കിൽ ഒരു ബ്രോഷർ പോലെ എന്തെങ്കിലും. അങ്ങനെ ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തു. 11 മിനിറ്റ്സിൻ്റെ മിറാഷ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ചെയ്തു. അത് ഡൽഹി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഷോക്കേസ് സെക്ഷനിലേക്ക് സെലക്ട് ആവുകയും ചെയ്തു. കേരളത്തിൽ അതിന് 3 അവാർഡ് കിട്ടി: ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ആക്ടർ ആൻഡ് ബെസ്റ്റ് ഫിലിം. അപ്പോൾ ഈ ഫിലിമിൻ്റെ CD ആണ് എൻ്റെ കോളിംഗ് കാർഡ്. ഞാൻ ഒരിക്കലും ഒരാളുടെ അടുത്ത് പോയിട്ട് ഒരു ഫോട്ടോ മാത്രം കൊടുത്തിട്ടോ അല്ലെങ്കിൽ നേരിട്ട് പോയിട്ട് ചാൻസ് അല്ല ചോദിച്ചിരിക്കുന്നത്. തുടക്കം എങ്ങനെയായിരുന്നു പറഞ്ഞാൽ ഈ CD, ഈ 11 മിനിറ്റുള്ള മിറാഷാണ് എൻ്റെ കോളിംഗ് കാർഡ്. അത് ആദ്യം അയച്ചിട്ട് പിന്നീട് വിളിച്ചു ചോദിക്കും എനിക്കൊരു 5 മിനിറ്റ് തരാമോ, ഞാൻ വന്ന് കാണട്ടെ. ദൈവം സഹായിച്ച് അയച്ച ആൾക്കാരെല്ലാവരും ഒന്ന് മീറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് തുടങ്ങിയത് എൻ്റെ ആദ്യത്തെ ഫിലിം. അത് ബാബു ജനാർദ്ദനൻ റൈറ്റർ, അദ്ദേഹത്തിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ് സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ ഫിലിം ആയിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ CD കൊടുത്തപ്പോൾ അന്ന് ഒരു ന്യൂ ഫിലിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് ഡയറക്ടർ പോയിട്ട് മിസ്റ്റർ ബാബു ജനാർദ്ദനോട് ചോദിച്ചു, ഒരു ന്യൂ ഫേസ് വേണം, റഫ് ലുക്കിംഗ് ആയിരിക്കണം, പക്ഷേ റൊമാൻറ്റിക്കും ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എൻ്റെ ഫോട്ടോയും ഈ CDയും പ്രദീപ് കുമാർ എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ കയ്യിൽ കിട്ടി. എൻ്റെ ആദ്യത്തെ ഫിലിം ചിത്രകൂടം. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. എടുത്തുചാട്ടം എന്ന് പറയുന്നത് ഒരു ഫീച്ചർ ഫിലിം എടുത്തിട്ട് കുടുംബത്തിൻ്റെ സ്വത്ത് മുഴുവൻ കളയാന്നൊക്കെ പറഞ്ഞാലാണ് എടുത്തുചാട്ടം. ഇത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് ആയിരുന്നു. ആകെ കൂടി 17,000 രൂപയാണ് ഞാൻ ചിലവാക്കിയത് 1.5 ദിവസത്തെ ഷൂട്ട്. പക്ഷെ അത് ഞാൻ എൻ്റെ അറിവില്ലായ്മയിൽ എന്താ പറയുക എങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ സിനിമ ധാരാളം കാണുന്നതാണ്. ഓർമ്മ വെച്ച കാലം മുതൽ എല്ലാ ലാംഗ്വേജസിലുള്ള സിനിമ തിരഞ്ഞെടുത്ത് കാണുന്നത്, ഇതിനെക്കുറിച്ചുള്ള ലിറ്ററേച്ചർ മുഴുവൻ എടുത്ത് വായിക്കുന്ന ആളുമായിരുന്നു. പക്ഷെ അതുകൊണ്ട് അത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കള്ളമായിരിക്കും. എൻ്റെ കൂടെ തന്നെ ഒരു ടീമുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും സ്വപ്നം കണ്ടത് ഫിലിമിലൊരു ഭാഗമാവണം, ഈ എന്താ പറയുക ഒരു പ്രൊഫഷനായിരിക്കണം നമ്മുടെ എന്ന്. ശ്യാംദത്ത്, എൻ്റെ ഫ്രണ്ട് ക്യാമറമാൻ ശ്യാംദത്ത്, അദ്ദേഹമാണ് ഇപ്പോൾ കമൽഹാസൻ്റെ വിശ്വരൂപം 2 ആൻഡ് ഉത്തമ വില്ലൻ എന്ന സിനിമയുടെ ഒക്കെ ക്യാമറമാനാണ്. അന്ന് ശ്യാമും ഇതുപോലെ സ്വപ്നം കാണുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു കൂട്ടായ്മ. അപ്പോൾ ശ്യാംദത്ത്, ആർട്ട് ഡയറക്ടർ രാജഗോപാൽ, ശ്യാംദത്തിൻ്റെ ബ്രദറായി അദ്ദേഹം സിനിമാറ്റോഗ്രാഫറാണ് സാദത്ത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ഡ്രീംസിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കും. ഞാൻ എഴുതും. അപ്പോൾ എന്നോട് ശ്യാം പറഞ്ഞത്, ചേട്ടൻ എന്നൊരു ഷോർട്ട് ഫിലിം എഴുതും. പക്ഷേ ഇതിനെല്ലാം ഒരു എന്താ പറയുക ഇൻസ്പിറേഷൻ ആയത് ആക്ച്വലി എൻ്റെ അച്ഛൻ ചെന്നൈ പോയപ്പോൾ ഒരു പേപ്പർ കട്ടിങ് എനിക്ക് കൊണ്ടുവന്ന് തന്നു. അച്ഛൻ അറിയാം എൻ്റെ ഇൻട്രസ്റ്റ്. അപ്പോൾ അതിൽ എഴുതിയിരുന്നു, ശേഖർ കപൂർ ഫോർ ദ ഫസ്റ്റ് ടൈം എവർ ഡിജിറ്റൽ ക്യാമറാസ് യൂസ് ചെയ്തിട്ട് നിർമ്മിച്ച സിനിമകൾ മാത്രം കാണിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ഡൽഹിയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കമ്പനി ശേഖർ കപൂറിൻ്റെ ഡിജിറ്റൽ ടോക്കീസ് എന്ന കമ്പനിയാണ് അത് പ്രൊമോട്ട് ചെയ്തത്. അപ്പോൾ അന്ന് ആക്ച്വലി ഡിജിറ്റൽ ക്യാമറാസിൻ്റെ തുടക്കമാണ്. അന്ന് ബീറ്റയും ന്യൂമാറ്റിക്കും ഉള്ള കാലമാണ്. അപ്പോൾ ശ്യാം പറഞ്ഞു എനിക്കറിയാം ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ കേരളത്തിൽ അന്ന് 1-2 ക്യാമറ മാത്രമേ ഡിജിറ്റൽ ഉള്ളൂ. അങ്ങനെ ട്രിവാൻഡ്രത്ത് നിന്ന് അത് വാടകയ്ക്ക് കൊണ്ടുവന്ന് 1.5 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തതാണ് ഈ പറയുന്ന മിറാഷ്. ഈ മിറാഷ് കാരണമാണ് ഞാൻ ഇന്ന് നിങ്ങളോടും സംസാരിക്കുന്നത്. ഞാൻ സൗമ്യനെ വില്ലനും ചെയ്തിട്ടുണ്ട്. വളരെ റൂഡായിട്ടുള്ള സീരിയൽ കില്ലറും റേപ്പിസ്റ്റും ആയിട്ടുള്ള വില്ലനും ചെയ്തിട്ടുണ്ട്. പക്ഷേ പിയാനിസ്റ്റിൽ ഞാൻ ചെയ്യുന്നത് ഇതൊന്നുമല്ല. വളരെ കെയറിങ് ആയിട്ടുള്ളൊരു ഫാദർ, അതായത് കൺസേൺഡ് ആയിട്ടുള്ളൊരു ഫാദർ. യൂഷ്വലി നമ്മൾ സിനിമയിൽ കാണാറുള്ളത് ഒരു റൊമാൻറ്റിക് സിനിമ. പിയാനിസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മ്യൂസിക്കൽ റൊമാൻസ് എന്നുള്ള ഫിലിം എന്ന് തന്നെ പറയാം. ഇറ്റ്സ് എ മ്യൂസിക്കൽ ലവ് സ്റ്റോറി. അപ്പോൾ മ്യൂസിക്കൽ ലവ് സ്റ്റോറിയിൽ ആക്ച്വലി ഇപ്പോൾ നമ്മൾ പൊതുവെ എക്സ്പെക്ട് ചെയ്യുക പേരൻസ് എന്ന് പറയുന്നത് സമ്മതിക്കില്ല, നിന്നെ ആ ചെക്കൻ്റെ കൂടെ ഇറങ്ങി പോകാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്ന ഒരു പേരൻ്റാണ്. ഇതിൽ അങ്ങനെയല്ല. ഹീസ് എ കൺസേൺ ഫാദർ. ഇപ്പോൾ ഈ സിനിമയിൽ ഇൻ്റർനെറ്റ് പ്ലേസ് എ ബിഗ് പാർട്ട്. ചാറ്റിംഗ് എന്നുള്ള ഇപ്പോഴത്തെ പിള്ളേർ ധാരാളം ഉപയോഗിക്കുന്ന, പിള്ളേർ മാത്രമല്ല നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം ഇതിൽ വലിയൊരു പാർട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെ എൻ്റെ മോൾ ആരെങ്കിലും ചീറ്റ് ചെയ്യുകയാണോ എന്നുള്ളൊരു ചോദ്യം ഉയർത്തുന്ന ഒരു അച്ഛൻ മാത്രമാണ്. എതിർപ്പല്ല, അദ്ദേഹത്തിന് പലതും മനസ്സിലാക്കണം. ഒരു എന്താ പറയുക ഒരു അഡ്വൈസ് എന്ന രീതിയിൽ മോളെ ശരിയായ വഴിക്ക് കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്ന ഒരു അച്ഛൻ, അത്രയേ ഉള്ളൂ. കൺസേൺ ഫാദർ. അപ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് ഞാൻ കൂടുതൽ ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് ക്യാരക്ടേഴ്സും പിന്നെ കോമഡിയുമാണ്. എനിക്ക് എൻ്റെ തുടക്കം ടെലിവിഷനിൽ എൻ്റെ തുടക്കം വളരെ സൗമ്യനായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു അതിലേക്കൊരു തിരിച്ചു വരവായിരിക്കും പിയാനിസ്റ്റ്. വളരെ സൗമ്യനായിട്ടുള്ളൊരു അച്ഛൻ, പക്ഷേ വളരെ കൺസേൺഡ് ആയിട്ടുള്ള അച്ഛൻ.
ഇതിപ്പോൾ ഇടിച്ച് കയറുമെന്ന് പറയുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു വിരോധാഭാസമായിരിക്കും. ബിക്കോസ് ഇതിൽ ബിഗ് നെയിംസ് ഇല്ല, ഇതിലൊരു സൂപ്പർ സ്റ്റാർ ഇല്ല. അപ്പോൾ ഇത് മിസ്റ്റർ ഹൈദർ അലിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, അദ്ദേഹം തന്നെയാണ് റൈറ്റർ, അദ്ദേഹം തന്നെയാണ് പ്രൊഡ്യൂസർ. അപ്പോൾ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു നല്ല സിനിമ ചെയ്യണം, നല്ല സിനിമ മലയാളീസ് അംഗീകരിച്ചിട്ടുണ്ട്, അപ്പോൾ ഇത് വേർഡ് ഓഫ് മൗത്തിൽ തന്നെ വരേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ ആക്ച്വലി എനിക്ക് ഓഡിയൻസിനോട് പറയാനുള്ളത് ഒന്നാണ്, വീരവാദ്യം മുഴക്കി ഇതൊരു ഡിഫറെൻറ്റ് ഫിലിമാണ്, അല്ലെങ്കിൽ ഇന്നേ വരെ വരാത്ത സിനിമയാണ്, അല്ലെങ്കിൽ യൂത്ത് ഇടിച്ചത്, ഇത് എല്ലാ ഏജ് ഗ്രൂപ്പിനും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലീൻ നൈസ് ഫിലിമാണ് വിത്ത് ഗുഡ് മ്യൂസിക്. ഇപ്പോൾ പിയാനിസ്റ്റ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സോങ്സ് മാത്രമല്ല, സോങ്സ് ആർ ഗുഡ്, പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇസ് എക്സലൻറ്റ്. പിയാനോ ഒരു വലിയ ഭാഗം ഇതിൽ പ്ലേ ചെയ്യുന്നുണ്ട്. ഇതിൽ സ്റ്റീഫൻ ദേവസിയും ശിവമണിയും ഇതിൽ ക്യാരക്ടേഴ്സായിട്ട് വരുന്നുണ്ട്, അവർ പ്ലേ ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് എന്താ പറയുക രീതിയിൽ ഇതിൽ ദർ ആർ പോയിന്റ്സ് ദാറ്റ് എന്താ യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടും, അറ്റ് ദ സെയിം ടൈം ഒരു നല്ല മെസ്സേജ്, ഒരു സ്വീറ്റ് ലവ് സ്റ്റോറി ഈവൻ മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇതുപോലുള്ളൊരു ഫിലിം, ഒരു കൊച്ചു ഫിലിം ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെട്ട് വേർഡ് ഓഫ് മൗത്തിലാണ് വളരേണ്ടത്. അപ്പോൾ എനിക്ക് ഓഡിയൻസിനോട് ഒന്നേ പറയാനുള്ളൂ, ഒരു മുൻധാരണയോ ഒരു മുൻവിധിയോ ഇല്ലാതെ ഈ സിനിമ കാണുക. ഈ സിനിമ എന്നല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ പലപ്പോഴും പറ്റുന്ന പ്രശ്നം എന്താ പറഞ്ഞാൽ, ചില സിനിമകൾ വന്ന് മനോഹരമായിരുന്നു എന്ന് സിനിമ പോയിക്കഴിഞ്ഞ് പറയാറുണ്ട്. അപ്പോൾ അത് ഇതിന് സംഭവിക്കരുതെന്ന് മാത്രം എനിക്ക് ഓഡിയൻസിനോട് പറയാറുള്ളൂ. ഗിവ് ഇറ്റ് എ ചാൻസ്, ഗോ സീ ഇറ്റ്, ഇവാലുവേറ്റ് യു. ഇപ്പം ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഇത് ലോകത്തെ ഏറ്റവും മഹത്തരമായ സിനിമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിസ്റ്റർ ഹൈദർ അലി പറഞ്ഞാലും ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളാണ്. അപ്പോൾ ബേസിക്കലി ഐ ടെൽ യു, ഗോ സീ ഇറ്റ് ആൻഡ് ഡിസൈഡ്. കാണാതെ ഡിസൈഡ് ചെയ്യേണ്ട, ഓ ന്യൂ കമേഴ്സ് അല്ലെങ്കിൽ ബിഗ് സ്റ്റാർസ് ഇല്ല, അങ്ങനെ ചെയ്യേണ്ട. സീ പിയാനിസ്റ്റ്, ബിക്കോസ് ഇറ്റ്സ് എ സിൻസിയർ എഫേർട്ട്. മിസ്റ്റർ ഹൈദർ അലി അത് അദ്ദേഹത്തിൻ്റെ ഹാർട്ട് ആൻഡ് സോൾ ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട്. വി ഹാവ് ഗീവൻ അവർ ബെസ്റ്റ്, ബിക്കോസ് ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് ഒരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് പോലെയാണ്, അല്ലെങ്കിൽ ഒരു ആർമിയിൽ ക്യാപ്റ്റൻ പോലെയാണ്. അദ്ദേഹം ലീഡ് ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നു. നമുക്കൊരു നല്ല ക്യാപ്റ്റൻ കിട്ടിയിരുന്നു. വി എൻജോയ്ഡ് വർക്കിംഗ് ഇൻ ഇറ്റ്. ഇത് ഭംഗി വാക്കിന് വേണ്ടി പറയല്ല, ഇപ്പോൾ സിനിമ കഴിഞ്ഞ് ഇറങ്ങാറായി, ഇനി എനിക്ക് മിസ്റ്റർ ഹൈദർ അലിയെക്കുറിച്ച് നല്ലത് മാത്രം പറയേണ്ട കാര്യമില്ല, മനസ്സിൽ നിന്ന് പറയുകയാണ്. ഗോ വാച്ച് ഇറ്റ്, ഗിവ് ദിസ് ഫിലിം എ ചാൻസ്. ബേസിക് ആയിട്ടുള്ള നോർമൽ ഇഷ്യൂസാണ് ഉണ്ടായത്. ഇത് തമിഴിലും കൂടി ഇറങ്ങുന്നുണ്ട്, ഒരു വാനവിൽ പോലെ എന്ന് പറഞ്ഞു. പക്ഷേ അതുകൊണ്ടല്ല മലയാളത്തിൽ ഡിലേ ആയത്. എനിക്ക് തോന്നുന്നത്, അതിൻ്റെ ഫൈനൽ ഡീറ്റെയിൽസ് ഹൈദർ അലി സാർക്കേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതൊരു ബിഗ് നെയിം ഇല്ലാത്ത സിനിമയായതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ല തിയേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, ഒരു ലിമിറ്റഡ് റിലീസായിട്ട് എവിടെയെങ്കിലും കുറച്ച് കൊച്ചു തിയേറ്റേഴ്സിൽ വന്ന് പോകരുത്, ഇതൊരു പ്രോപ്പർ റിലീസായിരിക്കണം, ഇതിന് പ്രോപ്പർ ഓഡിയൻസ് കിട്ടണം, ഇതൊരു പ്രോപ്പർ ലോഞ്ച് വേണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അതിന് വേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്തു, അതിനുവേണ്ടി അദ്ദേഹം എല്ലാം ചെയ്യുന്നു.